السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ക്ലാസ് കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ലളിത രൂപത്തിലുള്ള അർത്ഥങ്ങളും മറ്റും മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. പ്രാരംഭ അധ്യായം എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ തുടക്ക അധ്യായം എന്നാണ്. സൂറത്ത് എന്ന പദത്തിൻ്റെ അറബി പദത്തിൻ്റെ അർത്ഥം അധ്യായം എന്നാണ്. സൂറ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. സൂറത്ത് എന്നും സൂറ എന്നും രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് അൽ ബഖറയാണെങ്കിൽ ഏറ്റവും ചെറിയ സൂറത്ത് അൽ കൗസർ എന്ന അധ്യായമാണ്. സൂറത്തുൽ ബഖറയിൽ 287 ആയത്തുകളാണെങ്കിൽ വെറും 3 ആയത്തുകൾ മാത്രമേ, സൂക്തങ്ങൾ മാത്രമേ സൂറത്തുൽ കൗസറിലുള്ളൂ. ചെറിയ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിൽ ഒന്നിലേറെ വിഷയങ്ങൾ ഉണ്ടാകാമെങ്കിൽ ഖുർആനിലെ വലിയ അധ്യായത്തിൽ ചിലപ്പോൾ പ്രധാനമായും ഒരു വിഷയമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ തുടങ്ങുന്നവർ അതിലെ അധ്യായങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളിലെ അധ്യായങ്ങളെ പോലെ മനസ്സിലാക്കുന്നത് തീർത്തും അബദ്ധമായിരിക്കും. ഈ സൂറത്ത് ഖുർആനിലെ തുടക്കമായതിനാൽ ഫാത്തിഹ എന്നും ഫാത്തിഹത്തുൽ കിതാബ് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭ അധ്യായം, ഫാത്തിഹത്തുൽ കിതാബ് ഗ്രന്ഥത്തിന്റെ തുടക്കം. ഖുർആൻ, കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ എന്നാണ്. അപ്പോൾ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ തുടക്കം. തുടക്കം എന്ന് വെച്ചാൽ ക്രോഡീകരണത്തിൽ മാത്രമാണ്, അവതരണത്തിലല്ല. ആദ്യമായി അവതരിച്ചത് സൂറത്തുൽ അലഖ, ഇഖ്റ സൂറത്ത്. പ്രബലമായ അഭിപ്രായ പ്രകാരം ഏറ്റവും ആദ്യം അവതരിച്ചത് അലഖ് സൂറത്തിലെ ആദ്യ സൂക്തങ്ങളാണ്, മാലം യാലം വരെ. പിന്നീട് അൽ ഖലം എന്ന സൂറത്തും, പിന്നീട് അൽ മുസമ്മിൽ എന്ന സൂറത്തും, പിന്നീട് അൽ മുദ്ദസ്സിർ എന്ന സൂറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി.
അഞ്ചാമതാണ് അൽ ഫാത്തിഹ എന്ന സൂറത്ത് ഇറക്കുന്നത്. ചില പണ്ഡിതന്മാർ ആദ്യം ഇറക്കിയത് ഫാത്തിഹയാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 7 സൂക്തങ്ങളാണ്, 7 ആയത്തുകളാണ്. ഫാത്തിഹ സൂറത്തിന് നിരവധി നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. 20-ലേറെ പേരുകൾ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിന്റെ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം. ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, സുബഉൽ മസാനി, അൽ വാഫിയ, അഷ്ശാഫിയ, അർറാഖിയ, അസ്സുആൽ, തഅലീമുൽ മസ്അല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അന്നൂർ, അദ്ദുആ, അശ്ശുക്ർ, അശ്ശിഫാ, അൽ അസാസ്, അസ്സലാത്ത്, അൽ കൻസ്, അൽ ഖുർആനുൽ അളീം, അത്തഫ്വീദ്, അൽ മുനാജാത്ത് തുടങ്ങി അനവധി പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. പേരുകളുടെ ആധിക്യം ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് അറിയിക്കുന്നു. ഹദീസുകൾ പരിശോധിച്ചാൽ ഈ നാമങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ പേരുകളിൽ പ്രസിദ്ധമായത് അൽ ഫാത്തിഹ എന്ന നാമം തന്നെയാണ്. ആമുഖം, ഉദ്ഘാടനം എന്നൊക്കെയാണ് ഈ പേരിന്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. എന്താണ് അതിന്റെ ഭാഷാർത്ഥം? പരമകാരുണ്യനായ കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് നാം സങ്കല്പിക്കണം. ഇതാണ് ഒരർത്ഥം. പരമകാരുണ്യനായ കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഓതുന്നു, ഞാൻ തുടങ്ങുന്നു. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം, അല്ലാഹു അർ റഹ്മാൻ അർ റഹീം എന്നീ നാമങ്ങൾ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഇത് രണ്ടാമത്തൊരർത്ഥം. മൂന്നാമതൊരർത്ഥം, അല്ലാഹുവിന്റെ അർ റഹ്മാൻ അർ റഹീം എന്നീ നാമങ്ങൾ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ 3 വിധത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഭാഷാർത്ഥം. അതിന്റെ ആശയാർത്ഥം ആത്മീയവും ശാരീരികവുമായ അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അല്ലാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ച് ഞാൻ തുടങ്ങുന്നു. ആത്മീയവും ശാരീരികവുമായ അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അല്ലാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ച് ഞാൻ തുടങ്ങുന്നു. ഇതാണ് ബിസ്മിയുടെ ആശയാർത്ഥം. ഇങ്ങനെ അർത്ഥം നാം വളരെ കൂടുതൽ ഹൃദയത്തിലേക്കൂന്നി നാം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ബിസ്മില്ല എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചെടുത്ത് പറഞ്ഞതായി കാണാം. ബാ
ഇൽസാഖിന്റെ ഭാഗമാണ്. ബാ ഇൽസാഖിന്റെ ബാ ആണ്. ഇൽസാഖ് എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം ചേർത്തുക എന്ന അർത്ഥമാണ്. അപ്പൊ ബാ ഇൽസാഖിന്റെ ചേർത്തുക എന്ന അർത്ഥം വരുന്ന ബാ ആണ് എന്ന് വെക്കുമ്പോ അള്ളാഹുവിന്റെ നാമങ്ങളെ മനസ്സിനോട് ചേർത്തുന്നു അഥവാ സ്മരിക്കുന്നു എന്നായി ബിസ്മില്ല എന്നതിന്റെ അർത്ഥം. മനസ്സിലാക്കണം. ബാ ഇന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഇൽസാഖിന്റെ ബാ ആണ് എന്നും ഇൽസാഖ് എന്ന പദത്തിന്റെ അർത്ഥം ചേർത്തൽ, ചേർത്തുക എന്ന. അപ്പൊ ബിസ്മില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ നാമങ്ങളെ മനസ്സിനോട് ചേർത്തുന്നു അഥവാ സ്മരിക്കുന്നു എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ നാമങ്ങൾ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ രണ്ട് നാമങ്ങൾ, വിശേഷണ നാമങ്ങൾ വേറെ പറഞ്ഞല്ലോ, അർ റഹ്മാൻ അർ റഹീം. അപ്പോൾ അർ റഹ്മാൻ അർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമങ്ങളെ മനസ്സിനോട് ഞാൻ ചേർത്തുന്നു, മനസ്സിനോട് ചേർത്തുന്നു അഥവാ സ്മരിക്കുന്നു എന്നാണ് ഈ ബാഇന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം. അള്ളാഹുവിനെ നിർവചിക്കുവാനോ മനസ്സിൽ രൂപപ്പെടുത്തുവാനോ അവന്റെ ദാത്ത്, അവന്റെ തടി മനസ്സിൽ കൊണ്ടുവരാനോ കഴിയില്ല. ഇവിടെ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ നമുക്കൊരിക്കലും സ്മരിക്കാൻ കഴിയില്ല. അഥവാ അള്ളാഹുവിനെ നിർവചിക്കാനോ അള്ളാഹുവിനെ മനസ്സിൽ രൂപാന്തരപ്പെടുത്തുവാനോ അള്ളാഹുവിന്റെ ദാത്ത് മനസ്സിൽ കൊണ്ടുവരാനോ അഥവാ അള്ളാഹുവിന്റെ തടി മനസ്സിൽ കൊണ്ടുവരാനോ കഴിയില്ല. അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ മുഖേന അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ടാണ് ബിസ്മില്ലാഹ് അള്ളാഹുവിന്റെ നാമങ്ങൾ മുഖേന, അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ച് എന്ന് പറയാനുള്ള കാരണം. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് അവന്റെ നിർവചനം ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇക്കാര്യം വിശ്വാസമായി പ്രതിപാദിക്കുന്ന കിതാബുകളിൽ പണ്ഡിതന്മാർ, വിശ്വാസശാസ്ത്ര പണ്ഡിതന്മാർ, തർക്കശാസ്ത്ര പണ്ഡിതന്മാരും സവിസ്തരം അവരെ കിതാബുകളിൽ വിവരിച്ചതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട അല്ലാമ മുഹിബ്ബുല്ലാഹിൽ ബിഹാരി എന്നവർ തന്റെ സുല്ലമുൽ ഉലൂം എന്ന കിതാബിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. ലാ യുഹദ്ദു വലാ യുതസവ്വറു. അള്ളാഹുവിനെ നിർവചിക്കാനോ മനസ്സിൽ കൊണ്ടുവരാനോ കഴിയില്ല. അപ്പോ അള്ളാഹുവിനെ അവന്റെ ദാത്ത് മുഖേന മനസ്സിലാക്കാൻ, അവന്റെ നിർവചനം മുഖേന മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ആയതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ മുഖേന, നാമവിശേഷണങ്ങൾ മുഖേന അള്ളാഹുവിനെ മനസ്സിലാക്കുന്നു. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ താല്പര്യം. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിലെ യുക്തി?
അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? ഏത് നല്ല കാര്യം ആര് തുടങ്ങുകയാണെങ്കിലും അത് തുടങ്ങാനുള്ള യഥാർത്ഥ കാരണക്കാരൻ അല്ലാഹുവാണ്. കാരണം തുടങ്ങുന്നവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും കഴിവുകൾ നൽകുന്നവനും നല്ല കാര്യം തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും എല്ലാം അല്ലാഹുവാണ്. അതിനാൽ മതപരമായി പ്രാധാന്യമുള്ള കാര്യം തുടങ്ങുമ്പോൾ അല്ലാഹുവെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യൽ അത്യാവശ്യമാണ്. നാം തുടങ്ങുന്ന കാര്യങ്ങളിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാവണമെങ്കിൽ അല്ലാഹുവിനെ സ്മരിക്കൽ അത്യാവശ്യമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ വിവരിച്ചതായിട്ട് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم كل كلام أو أمر ذي بال لا يفتح بذكر الله عز وجل وهو أبتر أو قال أقطع. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മതപരമായി പ്രാധാന്യമുള്ള ഏത് സംസാരവും അല്ലെങ്കിൽ ഏത് കാര്യവും അല്ലാഹുവെ സ്മരിച്ച് തുടങ്ങുന്നില്ലെങ്കിൽ അത് ബറക്കത്തില്ലാത്തതാണ്. അപ്പോ മതപരമായി നാം ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളിലും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് നാം അത് തുടങ്ങേണ്ടത്. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം ചൊല്ലിരിക്കണം. അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങൾ നിരവധിയാണ്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ പ്രസിദ്ധമാണല്ലോ. എന്റെ മറ്റൊരു ക്ലാസ്സിൽ അല്ലാഹുവിന്റെ 99 നാമങ്ങളെ കുറിച്ച് ഒരു വിശദ പഠനങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ വിവരിച്ചു പോരുന്നുണ്ട്. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പ്രസിദ്ധമാണ്. ഇവക്ക് പുറമെ ധാരാളം നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഖദിസ്തഹറ ഇൻദൽ ഉലമാഇ അന്ന ലില്ലാഹി തആല അൽഫൻ വവാഹിദൻ മിനൽ അസ്മാഇൽ മുഖദ്ദസത്തിൽ മുതഹ്ഹറ വഹിയ മൗജൂദത്തുൻ ഫിൽ കിതാബി വസ്സുന്നഹ്. റാസിയുടെ 1-ാം ജുസിലെ 1-ാമത്തെ പേജിൽ തന്നെ കാണാം, പരിശുദ്ധവും പരിപാവനവുമായ 1001 നാമങ്ങൾ അള്ളാഹുവിനുണ്ടെന്ന് പണ്ഡിതന്മാരുടെ പക്കൽ പ്രസിദ്ധമായിരിക്കുന്നു. അവ കിതാബിലും സുന്നത്തിലുമുണ്ടെന്ന് ബഹുമാനപ്പെട്ട റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിന്റെ 1-ാമത്തെ വാള്യത്തിൽ പറഞ്ഞതായിട്ട് കാണാം. അപ്പോ അല്ലാഹു തആലയുടെ ഓരോ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹുവെ സ്മരിക്കുന്നത് പ്രയാസകരവും അസാധ്യവുമാണ്. അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും 1000-ലേറെ നാമങ്ങളുണ്ട് എന്നിപ്പോ പറഞ്ഞല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹുവെ സ്മരിക്കുന്നത് പ്രയാസകരവും അസാധ്യവുമാണ്. അതിനാൽ എല്ലാ നാമങ്ങളും സ്മരിച്ച് എന്നർത്ഥം ലഭിക്കാൻ ഇസ്മു എന്ന ഏകവചനത്തെ അല്ലാഹ് എന്ന മഅരിഫയിലേക്ക്, അല്ലാഹ് എന്ന നാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ ബിസ്മില്ലാ എന്നതിനെ
ബി അസ്മാഇല്ല എന്ന അർത്ഥം ലഭിക്കും. അപ്പൊ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നല്ല, അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് എന്നർത്ഥം ലഭിക്കും. ഇതനുസരിച്ച് ബിസ്മില്ല എന്നതിന് ബി അസ്മാഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ബി അസ്മാഇല്ല, അഥവാ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ച് എന്നർത്ഥം ലഭിക്കുന്നു. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് നാം എല്ലാ നല്ല കാര്യവും തുടങ്ങേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചതായിട്ട് കാണാം. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ശൈത്വാന്മാർ, അഥവാ മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും പിശാചുക്കൾ, ശൈത്വാന്മാർ, അവരുടെ കൂട്ടത്തിലുള്ള ജിന്ന്. നേരത്തെ ഞാൻ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യന്റെയും ഖരീനായി അള്ളാഹു ഭൂതവർഗത്തിൽപ്പെട്ട ഒരാളെ നിശ്ചയിക്കുമെന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരാളെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ശൈത്വാന്മാർ പരസ്പരം കണ്ടുമുട്ടും. വിശ്വാസിയുടെ ശൈത്വാനെ വിവർണനും മെലിഞ്ഞവനും പൊടിപുരണ്ടവനുമായി, വളരെ മെലിഞ്ഞവനായി കാണുമ്പോൾ, അവിശ്വാസിയുടെ ശൈത്വാൻ വിശ്വാസിയുടെ ശൈത്വാനോട് ചോദിക്കും, നാശം, നിനക്ക് എന്ത് പറ്റി? നീ നശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വിശ്വാസിയുടെ ജിന്ന്, പിശാച് മറുപടി, എനിക്ക് അവനോടൊപ്പം, ആ മനുഷ്യനോടൊപ്പം ഒന്നിനും കൂടാൻ കഴിയുന്നില്ല. അവൻ ഭക്ഷിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അള്ളാഹുവിന്റെ പേര് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നു. അപ്പോൾ അവിശ്വാസിയുടെ ശൈത്വാൻ പറയും, എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ മനുഷ്യനോടൊപ്പം ഭക്ഷിക്കുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മനുഷ്യൻ പറയുന്നില്ല. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതോടുകൂടെ നാം ചെയ്യുന്ന നല്ല കാര്യത്തിൽ നിന്ന് പിശാചിനെ അകറ്റി നിർത്താൻ കഴിയുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ മുഅ്മിനായ മനുഷ്യന്റെ കൂടെയുള്ള ജിന്ന് ശൈത്വാൻ പറയുന്നു, വല്ലാഹി മാ അസ്ലു മഅഹു ഇലാ ഷൈഇൻ, ഒരു കാര്യം ചെയ്യുമ്പോഴും ആ മനുഷ്യനോട് എനിക്ക് അടുക്കാൻ ചേരാൻ കഴിയുന്നില്ല. ഇദാ തഅമ ദക്കറ ഇസ്മല്ലാഹ്, ഭക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമം അവൻ പറയും. വൈദാ ശരിബ, അവൻ കുടിക്കുകയാണെങ്കിൽ ദക്കറ ഇസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തെ അവൻ പറയും. വൈദാ നാമ, അവൻ ഉറങ്ങുകയാണെങ്കിൽ ദക്കറ ഇസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തെ അവൻ പറയും. വൈദാ ദഖല ബൈതഹു, അവൻ അവന്റെ വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ ദക്കറ ഇസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തെ അവൻ പറയും. ആയതുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് വളരെ വേദനയോടുകൂടെ, വിഷമത്തോടുകൂടെ മുഅ്മിനായ മനുഷ്യന്റെ ഖരീനായ ജിന്ന്, പിശാച്, അവിശ്വാസിയുടെ ജിന്നിനോട് പറയുന്നതായുള്ള ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കണ്ടോ? അപ്പോ ഏതൊരു നല്ല കാര്യവും നാം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം പറയണമെന്നാണ് ഈ ഹദീസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിജ്ഞാനങ്ങളൊക്കെ നമുക്ക് ഉപകരിപ്പിക്കുമാറാവട്ടെ. ഇതിന്റെ സവാബുകളൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാവർക്കും അള്ളാഹു അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവസാനം റസൂലുള്ളാഹിന്റെ ജിവാറിൽ അവിടുത്തെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.